നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്കുഴി. BMC ഗ്ലോബൽ ലൈവ് ബിഗ് ലവിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബഹ്റിനിൽ അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകൻ നജീബ് മീരാൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമാണ്. നമുക്ക് അവരെ ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞ് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നജീബ് മീരാൻ ആൻഡ് ഫാമിലി അല്ലേ? എവിടെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടില് കോട്ടയം. കോട്ടയത്ത് എവിടെ? കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി വളരെ അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത്. ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ? ഇവിടെ 15ാമത്തെ വർഷമാണ്. 15ാമത്തെ വർഷമാണ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ സിത്രയിൽ ഫെയർ സ്റ്റാർ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. യൂസഫ് അലി സാറിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനിയാണ്. സെയിൽസിലാണോ? സെയിൽസിലല്ല, അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് എല്ലാവരും ആദ്യം ഒന്ന് പരിചയപ്പെടാം. എന്താ മോൻ്റെ പേര്? നദാൻ നജീബ്. കിടിലം പേരാണല്ലോ മോൻ്റെ. ഇങ്ങോട്ട് നോക്കിയേ, അങ്കിളിനൊക്കെ ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. ഹായ്. ചിരിക്കത്തില്ല? കലിപ്പാണോ? ഓക്കെ, എന്താ മോളെ പേര്? നൈല നജീബ്. ഹായ്. എന്താ പേര് മോളെ? ഹായ്. കണ്ടാ ആ മോളെ കണ്ടുപടി മോനെ. മോള് ഹായ് പറഞ്ഞ കണ്ടോ? പേര് പറ മോളിനി. എന്താ പേര്? ഹായ്. അനം നജീബ്. ഓക്കെ, എന്താ പേരെന്താ? അഷ്ന. അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു, എല്ലാവരെയും പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞു അല്ലേ? മോന് എത്ര വയസ്സായിപ്പോൾ? പിന്നെ 3.5 വയസ്സ്. സ്കൂളിൽ ചേർത്തിട്ടില്ല? ഇല്ലില്ല. ഓക്കെ, എന്താ മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്ത്. ഏത് സ്കൂളിലാ? അൽനൂർ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഹായ്. ഒന്നുകൂടി ഹായ് പറയാവോ? ക്യാമറ നോക്കി പറയാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 15 വർഷക്കാലമായിട്ട് ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നതിലുപരി ഒരു നാടക പ്രവർത്തകനാണ് അല്ലേ? അതിലൂടെയാണ് നജീബ് മീരാൻ ബഹ്റൈനിൽ അറിയപ്പെടുന്നത്. അതെ അല്ലേ? എന്താണ് നാടകത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്താണ്? എപ്പോഴാണ് ഈ നാടകത്തിൻ്റെ ഫീൽഡിലോട്ട് കടന്നു വന്നത്? ഞാൻ 14 വർഷത്തിലേറെ ഇവിടെ ആയെങ്കിലും ഈ നാടക ഫീൽഡിലോട്ട് കടന്നു വന്നിട്ടൊരു 4 വർഷം ആകുന്നതേ ഉള്ളൂ. അത് വളരെ ആക്സിഡൻ്റലിയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. കാരണം ഒരു നാടകം അഭിനയിക്കാൻ ആളില്ലാതെ വന്നപ്പം എന്നെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം, എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവന്ന ആൾ മനോജ് തേജസ്വിനി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഇപ്പം നാട്ടിലാണ്, കണ്ണൂരിലാണ് താമസം. ഒരു നാടകത്തിൽ ഒരു മല്ലനും മാധവനും എന്ന് പറയുന്ന പ്രദീപ് മണ്ടൂർ എഴുതി നാടകം അദ്ദേഹം എന്നെ ഒരു ക്യാരക്ടറിലോട്ട് സജസ്റ്റ് ചെയ്യുകയും ആ നാടകത്തിൽ എനിക്ക് ബെസ്റ്റ് സെക്കൻഡ് ആക്ടർ എന്നുള്ള അവാർഡ് കിട്ടുകയും ചെയ്തു. അതിലൂടെയാണ് നാടകത്തിലേക്കുള്ള പ്രവേശനം, നാടകത്തിലേക്കുള്ള ചവിട്ട് പടി എന്ന് പറയുന്നത്. അതെ. എന്നിട്ട് പിന്നീട് ഞാൻ സ്വന്തമായി നാടകം സംവിധാനം ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് നാടകം ബുധിനി എന്ന് പറയുന്ന നാടകമാണ്. അതായത് സാന്താളി ഗോത്രത്തിൽ ജനിച്ച ആദിവാസി പെൺകുട്ടി നെഹ്റുവിൻ്റെ കഴുത്തിൽ മാലയിട്ടു എന്നുള്ളത് കൊണ്ട് ആ ഗോത്രത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ് ഇന്ത്യയിൽ. ആ നാടകം കഴിഞ്ഞാണ് ബുധിനി മരിക്കുന്നത്, 89 വയസ്സുള്ള ബുധിനി. അതിലെനിക്ക് ഏറ്റവും 2ാമത്തെ നാടകത്തിനുള്ള അവാർഡ് ഫസ്റ്റ് നാടകത്തിൽ തന്നെ ലഭിച്ചു. പിന്നീട് നാടകം അങ്ങ് തുടരാം, നാടകം എനിക്ക് പറ്റുന്ന ഒരു മേഖലയാണ് എന്ന് വിചാരിക്കുന്നു, സ്വയം തിരിച്ചറിയുന്നു. ഇനി പിന്നീട് ഉള്ളതെല്ലാം അതിനുശേഷം 3 നാടകങ്ങൾ കൂടെ ചെയ്തു. ഒന്ന് ഷെർലി സലീമിനെ വെച്ചൊരു ഏകാംഗ നാടകം ചെയ്തു. പിന്നെ ഒരു മൈക്രോ ഡ്രാമ ഫെസ്റ്റിവലിൽ ട്രാപ്പ് എന്ന് പറയുന്ന ഒരു നാടകം ചെയ്തു. പിന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന നാടക മത്സരത്തിൽ, നരേന്ദ്രപ്രസാദ് നാടക മത്സരത്തിൽ എമിൽ മാധവിയുടെ രചനയിലുള്ള സ്വപ്നദംശനം എന്ന് പറയുന്ന നാടകം ചെയ്തു. അതാണിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉള്ളത്. അതിന് അവാർഡ് എന്തെങ്കിലും? അത് മത്സരമല്ലായിരുന്നു, ഉത്സവമായിരുന്നു. എങ്കിലും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നാടകം തന്നെയായിരുന്നു. ഏകദേശം ഒരു പ്രേക്ഷകരൊക്കെ എനിക്ക് തോന്നുന്നു. ഞാൻ ആ നാടകം കണ്ടിരുന്നത് വെച്ചാൽ അതിൽ എല്ലാം പുതുമുഖങ്ങളായിരുന്നു അല്ലേ? സാധാരണ ബഹ്റൈനിൽ നാടകത്തിൻ്റെ വേദികളിൽ കാണാറുള്ള മുഖങ്ങളൊന്നും അല്ലായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അത് കൂടുതൽ എനിക്കൊന്ന് വളരെ പ്രായം കുറഞ്ഞ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കുട്ടികളായിരുന്നു കൂടുതലും ക്യാരക്ടേഴ്സ് ചെയ്തത്.
ഏതായാലും വ്യത്യസ്തമായിട്ടുള്ള നാടകങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് നജീബ് മീരാൻ എന്ന് പറയുന്നത്. താങ്ക് യു. അല്ലേ? എങ്ങനെയാണ് നാടകത്തിൽ പുള്ളിക്കാരനുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? അത് ഇപ്പോൾ ഇതുപോലെ തന്നെ എനിക്കും വലിയൊരു താല്പര്യമില്ലാത്തൊരു ഫീൽഡായിരുന്നു നാടകം. അപ്പം ആള് നാടകത്തിൽ ഫസ്റ്റ് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയത്. നാടകം എന്ന് പറയുമ്പോൾ ഒരു പാട്ട് അങ്ങനത്തെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലിയൊരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കാണിക്കില്ലായിരുന്നു. പിന്നെ ആള് ഫസ്റ്റ് മല്ലനും മാധവൻ എന്നുള്ളതിൽ സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ കിട്ടിയപ്പോഴാണ് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, നല്ലൊരു ഇതുണ്ട് ആൾക്ക്, അഭിനയിക്കാനുള്ള ഒരു ഇതുകൊണ്ട് ഒരു ടാലന്റ് കാണുന്നുണ്ട്. എനിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ആള് ചെയ്യുമ്പോൾ നോക്കുന്നു, ഇഷ്ടമായി, ഇപ്പം കുഴപ്പമില്ല. നാടകത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതെ, എനിക്ക് നജീബ് നാടകത്തിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരത്തെ നാടകത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതെ, ചിലപ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ ഞാൻ നാടകം വീണ്ടും ശ്രദ്ധിക്കാതെ വന്നേനെ. ഇവരെല്ലാം നാടകത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. നാടകത്തിന്റെ പാതയിലൂടെ നടക്കുകയാണ് എല്ലാവരും കൂടിയല്ലേ. മോൾക്ക് ഇഷ്ടമാണോ? ഇയാള് കൊള്ളാല്ലേ? എങ്കിലും അഭിനയിക്കുന്ന ഇഷ്ടമാണോ നിന്റെ ഡാഡി? ഇഷ്ടമാണോ? ഏത് നാടകമാണ് മോക്ക് ഇഷ്ടപ്പെട്ടത്? വല്ലതും അറിയോ അതിനെ കുറിച്ചൊക്കെ? നെയ്മൊന്നും വലിയ പിടുത്തം കാണാം. നെയ്മൊന്നും അറിയത്തില്ല, എന്നാലും കുഴപ്പമില്ല അല്ലേ? ഡാഡി അഭിനയിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ അല്ലേ? ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ടോ മോളെ ഡാഡി നാടകത്തിലൊക്കെ അഭിനയിക്കുമല്ലോ? അവർക്കൊന്നും അറിയത്തില്ലേ? എന്നാൽ അവരോട് പോയി പറയണം, എൻ്റെ ഡാഡി നല്ല അടിപൊളി ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്, കേരള സമാജത്തിലൊക്കെ ഒരുപാട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, നാടകം സംവിധാനം ചെയ്യുന്നു എന്നൊക്കെ പറയണം, ഫ്രണ്ട്സിനോട് പറയണം. അപ്പോഴ് മോള് സ്കൂളിൽ ഒരു താരമായി മാറും അല്ലേ? നല്ലൊരു ഡ്രാമ ആർട്ടിസ്റ്റിൻ്റെ മകളാണ് എന്ന് സ്കൂളിലെ കുട്ടികളും തിരിച്ചറിയും. എല്ലാവരോടും പറയണം കേട്ടോ. അതുപോലെ നമ്മളെ ഈ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഈ ഇൻ്റർവ്യൂ എല്ലാവരെയും കാണാൻ വേണ്ടി പറയണം. സ്കൂളിൽ മോളെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഒക്കെ പറയണം ഇത് കാണണമെന്ന് അല്ലേ? നമ്മുടെ ഫാമിലിയെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂയിലൂടെ വരുന്നുണ്ടെന്നൊക്കെ അവരോട് പറയണം. ഓക്കെ അല്ലേ? മോക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പാട്ട് പാടുകയോ ഇടാൻ? സ്പോർട്സിലാണോ? ആഹാ. മോനോ? ഓടിക്കളിക്കോ? മോൻ ചെയ്യാറുണ്ടോ? സ്കേറ്റിംഗ് ചെയ്യാറുണ്ടോ? കരാട്ടയാണ്, ബ്രൗൺ ബെൽറ്റ് 3. മോള്? മോള്. ഓ അത് ശരി. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണോ അതോ പഠിച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാണോ? കണ്ടിന്യൂ ചെയ്യാണ്. എവിടെ പഠിക്കുന്നത്? ഡോജോല്. നമ്മൾ അനോജ് മാഷിൻ്റെ അടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കരാട്ടെ പഠിച്ചിട്ട്? ഇൻട്രസ്റ്റിംഗ് ആണ്. എത്ര വർഷമായി ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട്? 3 വർഷമായി. 3 years ആയി. ഓക്കെ. വീട്ടിൽ വന്നിട്ട് ഡാഡിയുടെ മണ്ടയ്ക്ക് മൂക്കിലൊക്കെ ഇടിക്കാറുണ്ടോ? ഇവനിടിക്കാറുണ്ടോ? നീ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഇടിക്കാറുണ്ടോ? വെത്തി ചാടുമ്പോ എന്ത് ചെയ്യും? മോളെന്ത് ചെയ്യും? ഒന്നും ചെയ്തില്ല. അതാണ് ഈ കരാട്ടയുടെ ഒരു ഇതെന്ന് പറയുന്നത്. നന്നായിട്ട് കരാട്ടെ അറിയാന്നുള്ള ആൾക്കാർ ആരെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാലും മോൾ പ്രതികരിക്കത്തില്ല അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ മാഷ് പഠിപ്പിച്ചു തരാറുള്ളത്? ഇച്ചിരിയൊക്കെ അറിയാന്നുള്ളവരാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തിരിച്ചിടിക്കുന്നത്. അങ്ങനെ. ഓക്കെ. പിന്നെ അശ്നയ്ക്ക് എന്താണ് ആക്ടിവിറ്റീസ് ഉള്ളത്? ഞാൻ വർക്ക് ചെയ്യായിരുന്നു. ആക്ടിവിറ്റീസ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇതുപോലുള്ള പാട്ട്, ഡാൻസ്, അങ്ങനെയൊക്കെ. പിന്നെ ഇതുപോലെ സ്പോർട്സ് ഒക്കെ. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുമായിരുന്നു. എവിടെ വർക്ക് ചെയ്ത? ഞാൻ 5 വർഷം, ലാസ്റ്റ് 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. 2 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടന്റ് ആയിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് മോളൊക്കെ ആയപ്പോഴത്തേനും അങ്ങ് റിസൈൻ ചെയ്തു. ഇപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നാട്ടിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? നാട്ടിൽ ഞാൻ എയർ ഇന്ത്യയിലായിരുന്നു, ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. ഓഫീസിലായിരുന്നു? എയർ ഇന്ത്യ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടും ഉണ്ട്. പിന്നെ 3 months ഹോസ്റ്റസ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ശരി. കോഴ്സ് കഴിഞ്ഞാണത്? അതെ, അതിന്റെ കോഴ്സ് കഴിഞ്ഞു. എന്റെ പ്രൊഫഷൻ അതാണ്, അക്കൗണ്ട്സ്. ഓ ശരി. ശരി ശരി. ഇവിടെ വന്നിട്ട് കിട്ടിയ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഫ്രഷർ എന്നുള്ള ഇതിൽ അക്കൗണ്ട്സിൽ കയറിയതാണ്. ഓ ശരി. എയർപോർട്ട് മാനേജ്മെന്റ് ആയിട്ടായിരുന്നു. പിന്നെ ഗ്രാജുവേഷൻ ടൂറിസം അങ്ങനെ. ഓ ശരി. ആയിട്ട് എവിടെ ചെയ്തേ? അക്ബർ ട്രാവൽസ്. അക്ബർ ട്രാവൽസിൽ ചെയ്ത. കോട്ടയത്ത്. അപ്പോൾ
എനിക്ക് നജീബിനെ കുറിച്ച് നാടകത്തിൻ്റെ ഫീൽഡിൽ മാത്രമല്ല, ഇദ്ദേഹം വളരെ കാലം അതായത് വളരെ കാലത്തിന് മുമ്പ് തന്നെ അത്യാവശ്യം എഴുതുന്നതിൽ കോമഡിയൊക്കെ എഴുതുന്ന ഒരാളായിരുന്നു. മനസ്സിലായില്ലേ? ഈ സ്കിറ്റ്, അതായത് പണ്ട് അതായത് കോട്ടയം നസീറൊക്കെ വളരെ ഫേമസ് ആയിട്ട് മിമിക്രി ഫീൽഡിൽ സമാന്തരമായിട്ടുണ്ടായിരുന്ന സമയത്തൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്കിറ്റ് എഴുതുന്ന ഒരാളായിരുന്നു. ആക്ഷേപഹാസ്യം അല്ലേ? അതെ അതെ. അതൊക്കെ എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ആ ഒരു ഫീൽഡിലോട്ട് വന്നത് എങ്ങനെയാണ്? ഈ നാടകത്തിന് മുമ്പ് പുള്ളിക്കാരൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അതായത് ഞങ്ങളുടെ ആ ഒരു കൗമാര കാലഘട്ടം ഉണ്ടല്ലോ, അത് മിമിക്രിയുടെ ഒരു കാലമായിരുന്നു. ദിലീപ് ഞങ്ങൾക്ക് വളരെ മുമ്പാണ് ഈ കോട്ടയം നസീർ അതുപോലുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഈ സിനിമാ താരങ്ങളെക്കാളും അന്ന് ഈ കൗമാരക്കാരുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും ഹരമായിരുന്നു. കോട്ടയം നസീർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചക്രവർത്തിയാണ്. അതെ, എൻ്റെയൊക്കെ ആരാധ്യ പുരുഷനായിരുന്നു. പിന്നെ ഞാൻ ഈ അമർ ചിത്രകഥകൾ ധാരാളമായി ചെറുപ്പത്തിൽ വായിക്കുമായിരുന്നു. എൻ്റെ പിതാവ് എനിക്ക് അമർ ചിത്രകഥകൾ കൊണ്ട് തരുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് മുഴുവൻ ഈ മഹാഭാരതവും രാമായണവും അതുപോലെയുള്ള പിന്നെ ഇന്ത്യൻ മിത്തോളജിയുമായി ബന്ധപ്പെട്ട കഥകളും ഒക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ആക്ഷേപഹാസ്യം ഈ മിമിക്രിയുടെ സ്വാധീനത്തിൽ നിന്ന് ബാലയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വെച്ചോണ്ട് ആക്ഷേപഹാസ്യം അത് 10 മിനിറ്റ് അടങ്ങുന്ന സ്കിറ്റുകൾ +2 പഠിക്കുമ്പോൾ 10ൽ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ എഴുതുമായിരുന്നു. ഞാൻ എഴുതുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കൂട്ടുകാർ അത് അവതരിപ്പിക്കുമായിരുന്നു. പിന്നെ ഈ നാട്ടിലെ ക്ലബ്ബ് ഉണ്ടല്ലോ, നമ്മുടെ നാടുകളിലൊക്കെ അങ്ങ് ക്ലബ്ബ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഓണത്തിനൊക്കെ 10 മിനിറ്റ് സ്കിറ്റുകൾ വലിയ കയ്യടി നേടിയ സ്കിറ്റുകളും ഒക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ നമുക്ക് അന്ന് അറിയില്ല, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. ഫേമസ് ആയ ഞങ്ങൾ അതായത് ഞാൻ അന്ന് എഴുതുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താവിശിഷ്ടയായ ശകുന്തള എന്ന് പറയുന്ന ഒരു സ്കിറ്റ് ഞാൻ എഴുതി. അതായത് ഈ ശകുന്തള ദുഷ്യന്തനെ പ്രണയിച്ചു മറന്നുപോയി, ദുഷ്യന്തൻ മറന്നുപോയി, പിന്നെ അങ്ങനെ ഒരു കഥയാണല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് ആളുകൾ ഇന്നും എന്നെ ഓർത്തിരിക്കുന്ന, എൻ്റെ നാട്ടിൽ ഓർത്തിരിക്കുന്ന ശകുന്തളയുടെ ഒരു രംഗമാണ്. കാരണം ദുർവാസാവ് കടന്നു വരികയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എഴുതിയ, അപ്പം ശകുന്തള ഇങ്ങനെ ഓർത്തിരിക്കുക. ദുർവാസാവ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ്. ദുർവാസാവ് പറയുന്നുണ്ട്, ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ഞാൻ വന്നിട്ട് നീ എന്നെ തിരിച്ചറിയുന്നില്ലല്ലോ, നീ ആരെ ഓർത്തിരിക്കുകയാണ് പറഞ്ഞാൽ ശകുന്തള പെട്ടെന്ന് നെറ്റി എഴുന്നേൽക്കുമ്പോൾ ദുർവാസാവ് വീണ്ടും പറയുക, ഇത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. നിന്റെ ഫാദർ കണ്ണുമഹർഷി കുളിക്കടവിലേക്ക് കണ്ണു നോക്കി അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നത്, അത് ഒറ്റക്കാലി തപസ് ചെയ്യുന്നത് കണ്ടിട്ടാ വന്ന്, അദ്ദേഹവും എന്നെ കണ്ടില്ല. അപ്പൊ ഇത് നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഇഷ്യൂ ആയത് എന്നുള്ള രൂപത്തിൽ ഇതിൽ കുറച്ച് പാട്ടൊക്കെ ഉള്ള ഒരു സംഭവമല്ലേ? പാട്ടൊക്കെ ഉണ്ട്. ഈ സാധനം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സാധനം മോഡേൺ ശാകുന്തളം എന്നുള്ള പേരിലാണ് നമ്മളന്ന് ചെയ്തത്. അല്ല, ഇത് പാട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇതിനാരോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സാധനം ആക്കിയിട്ടുണ്ട്. കഥ പറഞ്ഞപ്പോ എനിക്ക് അതിനകത്ത് ഡയലോഗ് ഓർമ്മ വന്നേ. അപ്പോൾ അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ +2 പഠിക്കുമ്പോൾ ഞങ്ങൾ എഴുതി അവതരിപ്പിച്ചതാണ്. അതുപോലെ പാഞ്ചാലിയുടെ കഥയുണ്ട്, പാഞ്ചാലിയും പാണ്ഡവരും എന്ന് പറയുന്നത്. അപ്പോൾ പാഞ്ചാലി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ പാണ്ഡവർ 5 പേര്, ദുര്യോധനൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, രാവിലെ ഇന്ന് യുദ്ധത്തിന് പോക്കല്ലേ ഇവരുടെ ഒരു സമ്പ്രദായം. അപ്പോൾ വീട്ടിൽ കഞ്ഞി വെക്കാനോ വീട് നടത്താനോ യാതൊരു മാർഗവും പാഞ്ചാലിക്ക് ഇല്ല. അപ്പോൾ പാഞ്ചാലി അന്ന് ഈ കുടുംബശ്രീയുടെ കാലഘട്ടമാണ്. അപ്പോൾ പാഞ്ചാലി കുടുംബശ്രീ പോയി ലോണൊക്കെ എടുത്ത് ഒക്കെയാണ് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ പാഞ്ചാലി പറയുന്നുണ്ട്, എന്നും ഞാൻ പോകുമ്പോൾ സ്ത്രീകൾ എന്നെ കളിയാക്കും, കക്ഷം കീറിയ നൈറ്റി വിട്ടുകൊണ്ടാണ് ഞാൻ കുടുംബശ്രീക്ക് പോകുന്നത്, അതെങ്കിലും മേടിച്ചു തരാനുള്ള ഒരു ഉശിരി നിങ്ങൾ കാണിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രസകരമായ വളരെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതിനാണ് കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഹാസ്യം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ കളിയാക്കിക്കൊണ്ടാണ് പലരും കോമഡി ഉണ്ടാക്കുന്നത്. പക്ഷെ അതല്ല യഥാർത്ഥം നാച്ചുറൽ ആയിട്ടുള്ള കോമഡി എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയോ ഹേർട്ട് ചെയ്യുകയോ ചെയ്യാത്ത രീതിയിൽ പറയണം.
അതാണ് അങ്ങനത്തെ സാധനമാണ് ഇത് ഈ പറയുന്നതൊക്കെ എന്ന് പറയുന്നത്. അങ്ങനെയൊന്ന് ഇതല്ലാതെ പിന്നെ വേറെ ഏത് ചെയ്തിട്ടുണ്ട്? വേറെ ഈ ചന്തുവിൻ്റെയും ഈ അരിങ്ങോടറുടെ കഥയുണ്ടല്ലോ, അപ്പൊ അരിങ്ങോടറായിട്ട് ഞാൻ അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആരോമലും ചന്തു അരിങ്ങോടറുടെ ശിഷ്യരാണല്ലോ. അപ്പോൾ ഇത് ഈ അരിങ്ങോടർക്ക് ഈ അന്ന് ഈ യുവാക്കളുടെ ഇടയിൽ ഒരു വലിയ ഈ ഹാൻഡ്സ് വെക്കുന്ന അതൊരു അബദ്ധവും കൂടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അരിങ്ങോടറായിട്ട് ഞാൻ എൻ്റെ ഇതില് നമ്മുടെ ഹാൻഡ്സിന്റെ ഒരു കവറ് അതിൻ്റെ അകത്ത് ഇത് വ്യാജ ഹാൻഡ്സ് ആണ്, ഒറിജിനൽ അല്ല, തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് അവർ ഇട്ടത് ഈ മണൽത്തരിയും ഇതുമൊക്കെ മിക്സ് ആയിരുന്നു. അപ്പൊ അന്നത്തെ ഒരു ട്രെൻഡാണല്ലോ ഇങ്ങനെ പൊക്കിയിട്ടിട്ട് ഇങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനിതെല്ലാം കൂടെ അതായത് അരിങ്ങോടർ പറയുന്നുണ്ട്, എൻ്റെ അരിങ്ങോടർ ഇവരെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയാണ്. എങ്ങനെ അനുഗ്രഹിക്കുന്നതെന്ന് അറിയോ? എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഇവരുടെ കണ്ണ് അടഞ്ഞ് കണ്ടാൽ മതി എൻ്റെ ദേവി എന്ന് പറഞ്ഞാണ് അരിങ്ങോടര് ഇവരെ അനുഗ്രഹിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഈ ഹാൻഡ്സ് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് ഈ മണൽത്തരികൾ ഇതിൻ്റെ അകത്ത് കലർത്തിയത് കൊണ്ട് ഈ കുറെ ചപ്പും ഇതൊക്കെ കണ്ണിൽ വീണ് ഞങ്ങളുടെ ഈ സാധനം. എന്നിട്ട് സ്റ്റേജിൻ്റെ അകത്ത് മാനേജ് ചെയ്യാൻ പറ്റാതെ ഈ കണ്ണൊന്നും കാണാതെ ഒരു അബദ്ധം പിണഞ്ഞതും രസകരമായൊരു അനുഭവമാണത്. അത് പ്രേക്ഷകർക്ക് മനസ്സിലായോ? പ്രേക്ഷകർക്ക് ചിലർക്ക് മനസ്സിലായി, എന്നാലും അത് വലിയ ചിരി ഉണ്ടാക്കിയ. അവർ വിചാരിച്ചത് സ്കിറ്റിലുള്ള സാധനമാണ്, അതുകൊണ്ട് അത് വിജയിച്ച്. പ്രേക്ഷകരുടെ കണ്ണിൽ മണ്ണിട്ടുകൊണ്ട് വിജയിപ്പിച്ചു എന്നുള്ള ഒരിതാണ്. അതുപോലെ ചെറിയ സ്റ്റേജുകളുണ്ടല്ലോ, നമ്മൾ അതിനെ മാട്ടയെന്നാണ് പറയുന്നത്. മാട്ട കളിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. നമ്മൾ മിമിക്രിക്ക് അങ്ങനെ മാട്ട കളിക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജിലാണ് നമുക്ക് ഈ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. അതെ അതെ. പലയിടത്തും ഈ പോകുന്ന സമയത്ത് ഇത് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ നാട്ടുകാരുടെ മുമ്പിലായിരിക്കും ഇത് കളിക്കാൻ പോകുന്നത്. നാട്ടുകാർക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ് അല്ലേ? അവർ മനഃപൂർവ്വമായിട്ട് അവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ കൂക്കിടും, അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് പറയും. അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വലിയ വൈഡായ രീതിയിൽ പരിപാടികളൊന്നും അവതരിപ്പിക്കാൻ പോകാത്തത് കൊണ്ട് കൂടുതൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കുറവാണ്. ചെറിയ ചെറിയ പ്രോഗ്രാമാണ്. എന്നാലും ഈ കുട്ടികളുടെ കൂക്കലും പിന്നെ അധ്യാപകരുടെ ശാസനകളും കിട്ടിയിട്ടുണ്ട്. ഈ പല ഡയലോഗ്സുകളും പറയുമ്പോൾ തിരിഞ്ഞു പോകുന്നതും ഒക്കെ വരുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാതെ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ. അല്ല, ഇങ്ങനെയുള്ള എഴുത്തിലൊക്കെ സാറിന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അച്ഛനും അമ്മയൊക്കെ? സത്യം പറഞ്ഞാൽ വീട്ടുകാർക്കൊന്നും ഇത് അറിയില്ല. ഭാര്യയ്ക്ക് അറിയായിരുന്നു. പഠിക്കാനുള്ള ഒരു ഫോഴ്സ് അല്ലേ ആ ഒരു ടൈമിൽ എല്ലാരും. അല്ല, ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോ വൈഫിന് ഇതൊക്കെ അറിയായിരുന്നു? പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളായിരുന്നു. നമ്മൾ കൂട്ടുകാർ കൂടി ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം അറേഞ്ച്ഡായിരുന്നു അത്? അതെ അതെ ആയിരുന്നു. കല്യാണത്തിന് ശേഷം ഇങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്? കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നി? അല്ല, ഈ കലാഫീൽഡിലോട്ട് ഒരു താല്പര്യമുള്ള വ്യക്തിയാന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴും ഇങ്ങനെ നമ്മുടെ പ്രതിഭയിലൊക്കെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നേരത്തെ ഒരു നാടകമില്ലായിരുന്നു, നേരത്തെ പ്രതിഭയില്. അപ്പൊ അതിലൊക്കെ അങ്ങനെ ചെറിയൊരു വേഷമായിരുന്നു അതില്. അങ്ങനെ അതിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അന്നപ്പോ ഞാൻ പറയുമായിരുന്നു ചെറുതായിട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൂടെ എന്നൊക്കെ. പക്ഷെ അന്നപ്പോ ജോലി ആ ഒരു ഇതല്ലേ. ഇപ്പോഴാണ് ഇതിലോട്ടൊക്കെ കൂടുതലൊക്കെ ഇറങ്ങണം പറ്റും എന്നൊക്കെ ഒരു ഫീല് വരുന്നത് അതെ. ഫസ്റ്റ് ആ മല്ലിനും മാധവനും എന്നുള്ള നാടകം ചെയ്തപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ആയി ആൾക്ക്. അപ്പൊ എനിക്കും മനസ്സിലായി നല്ലൊരു കോൺഫിഡൻസ്. അല്ല, എപ്പോഴെങ്കിലും പുള്ളിക്കാരത്തിനെ നാടകത്തിൽ അഭിനയിക്കാനോ അങ്ങനെ വിളിച്ചിട്ടുണ്ട്? പക്ഷെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ അഭിനയിച്ചിട്ടില്ല. സാംകുട്ടി സാർ ഇവിടെ വന്ന് നാടകം ചെയ്തിരുന്നു. അപ്പൊ അതിലൊരു നല്ലൊരു കഥാപാത്രം, മണ്ടമുത്തപ്പ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ ലീഡിങ് ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അതിന്റെ പേരായിട്ട് നടിയെ കിട്ടാതെ വന്നപ്പോ ചോദിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ക്ലിക്ക് ആയത്. അപ്പോ ഞാനന്ന് ജോബും ചെയ്യാൻ, മോന് ചെറുതുമായിരുന്നു. പിന്നെ നൈറ്റിലാണ് ഇവരുടെ ഇത് മുഴുവൻ വരുന്നത്. 8 to 12 o'clock ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ പിന്നെ അങ്ങ് പുറകോട്ട് വലിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു കുട്ടീനെ കണ്ടെത്തായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരനൊരു പേര് ഇതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാംകുട്ടി പട്ടങ്കരി. അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വം കൂടിയാണ്. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള സമാജത്തിൽ ബുദ്ധ എന്ന് പറയുന്ന
ഒരു നാടകീയ നൃത്തശില്പത്തിൽ പുള്ളിയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ല. ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഒരു അതുല്യ കലാകാരനാണ്. അതെ. അദ്ദേഹത്തിൻ്റെ ആ ലൈറ്റിങ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കില്ലെന്ന് പറയുന്നത് വല്ലാത്ത ഒരുപാട് അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ്. നമ്മളൊരു എനിക്ക് തോന്നുന്നു കുട്ടിയോടാണോ സംസാരിക്കുന്നതെന്ന് പോലും നമുക്കറിയാം. അതെ, ഒരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയേറെ കഴിവുകളുള്ള ഒരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നത്തില്ല. പുള്ളി അടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമ്മളോട് വന്ന് സംസാരിക്കും. ഇങ്ങോട്ട് വന്ന് ഒരു ജാടയും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. വളരെ സിമ്പിൾ. അതെ അതെ. ഉയരം കൂടുന്തോറും ഈ എളിമ കൂടുമെന്ന് പറയുന്നത് വളരെ നമ്മളെക്കാളും സിമ്പിൾ. അതെ അതെ. അന്ന് സൂര്യകൃഷ്ണമൂർത്തി സാറിന് ആയിട്ട് പുള്ളിക്കാരനാണ് അതിൻ്റെ മൊത്തത്തിലുള്ള കോർഡിനേറ്ററൊക്കെ ആയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം വെച്ചാൽ വളരെ സിമ്പിൾ. സാറും അതുപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് സാംകുട്ടി സാറിൻ്റെ ആ ഒരു ലൈറ്റിങ്ങിലുള്ള ഒരു കഴിവ് തന്നെയാണ് മിസ്റ്റർ നജീബ് ഫോളോ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. അതൊരു വ്യത്യസ്തമായിട്ടുള്ള വെച്ചാൽ ഫോട്ടോസും വീഡിയോ എടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി വരുന്നത് അല്ലേ? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ലൈറ്റും ഫോഗുമാണ്. ആ ഫോഗ് പോകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കളർ ലൈറ്റ്സ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പിക്ചറുകൾ അതെന്ന് പറഞ്ഞാൽ കിടിലാണ്, ഒരു രക്ഷയില്ല. അത് തന്നെയാണ് നജീബ് മീരാനും ഫോളോ ചെയ്യുന്നത്. നജീബ് മീരാൻ്റെ നാടകത്തിൻ്റെ ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും സാംകുട്ടി സാറിൻ്റെ നാടകത്തിൽ നിന്നൊരാൾക്ക് ഒരു ടച്ച് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടാ സൗരഭ്യം. സാംകുട്ടി സാർ നമ്മളൊന്ന് ഒരു മാതൃകയായിട്ട് സ്വീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന പോലെ ഒന്നും നമുക്ക് ചെയ്യാൻ വളരെ ലൈറ്റിൻ്റെ പൊസിഷനൊക്കെ പുള്ളി വളരെ നിഷ്പ്രയാസമാണ് ചെയ്യുന്നത്. അതുപോലെ അവിടെ വെച്ചിട്ട് അങ്ങനെ ഈ ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ്. ലെജൻഡാണ്. വല്ലാത്തൊരു കഴിവുള്ളൊരു മനുഷ്യൻ തന്നെ. പുള്ളിയുടെ കൂടെ ഏതെങ്കിലും നാടക ക്യാമ്പിലോ? ഉണ്ട്. ഞാൻ മണ്ടമുത്തപ്പയായിട്ട് അഭിനയിച്ചു. നായക കഥാപാത്രമാണ് പുള്ളിയുടെ കൂടെ. ഒരു 1.5-2 മാസക്കാലം ക്യാമ്പിൽ നിന്നു. ആ ക്യാമ്പിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് നാടകം സംവിധാനം ചെയ്യാൻ തുടങ്ങിയത്. അവിടെ നിന്നാണ് നമ്മൾ കുറേ കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു സ്റ്റേജ് ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റിനെ നാടകമാക്കി രൂപപ്പെടുത്തേണ്ടത്, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കളരിയിൽ നിന്നാണ്. അദ്ദേഹം നമ്മളെ ഒന്നും വന്ന് പഠിപ്പിക്കില്ല, പക്ഷെ നമുക്കെല്ലാം കണ്ടു പഠിക്കാം. അങ്ങനെ ഒരു ക്യാരക്ടറിന് ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണേലും ചോദിക്കാം. ഉറക്കമില്ലാത്ത മനുഷ്യൻ. ഉറക്കവും ഇല്ല, വളരെ എളിമയുള്ള ഒരു മനുഷ്യൻ. അതാണ്. അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ വിട്ടുപോയ നാടകത്തിൻ്റെ കുലപതി എന്ന് വിശേഷിപ്പിക്കുക നമ്മളെ ദിനേശ് കുറ്റിയിൽ. അദ്ദേഹത്തോടൊപ്പം ഏതെങ്കിലും ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? ഇല്ലില്ല, ഒന്നും കേട്ടിട്ടുണ്ടല്ലേ? കേട്ടിട്ടുണ്ട്. അതുല്യനായിട്ടുള്ളൊരു നാടക കലാകാരനാണെന്ന് അദ്ദേഹം. പിന്നെ നാടകത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ഒരു പേരും കൂടെ പരാമർശിക്കാതിരിക്കാൻ വയ്യ. കാരണം സമാജത്തിലെ നാടകവേദിയുടെ കൺവീനർ നമ്മുടെ കൃഷ്ണകുമാർ പയ്യന്നൂർ. അപ്പം ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾക്ക് ഈ നാടകം എടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെ ഒരു വേദിയിൽ അദ്ദേഹത്തിൻ്റെ പേരും കൂടെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ബഹ്റൈനിലാണ് ഏറ്റവും കൂടുതൽ നാടക പ്രവർത്തനങ്ങൾ നടക്കുന്നതും പുതിയ നാടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നതും. എനിക്കൊന്ന് നാട്ടിൽ ഇപ്പം നാടകം കുറച്ച് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. മറ്റ് മെഗാ ഷോയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വന്നത്. ഇപ്പം ബഹ്റൈനിൽ ഒരുപാട് നാടകങ്ങൾ, ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നാടകത്തിൽ അഭിനയിക്കാനും നാടകം കാണാനും താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ ബഹ്റൈനിലുണ്ട്. അതെ അതെ. കാരണം ഈ റീസെൻ്റ്ലി നടന്ന നരേന്ദ്രപ്രസാദ് നാടകോത്സവത്തിൽ 100ഓളം കലാകാരന്മാരാണ് നാടകവുമായി ബന്ധപ്പെട്ട് 100-ന് മേളിൽ 10-120 കലാകാരന്മാർ അഭിനയിക്കാനും ലൈറ്റിങ്ങും സൗണ്ടും മേക്കപ്പും എല്ലാം അതിൻ്റെ സ്റ്റേജ് വർക്കും എല്ലാമായിട്ട് ബന്ധപ്പെട്ട് 120ഓളം കലാകാരന്മാരാണ്. ഒരു സ്ഥിരമായി നാടകം കാണുന്ന ഒരു 10-600 പേരെ നമുക്ക് ഈ 4 ദിവസമായിട്ട് അവിടെ കാണാൻ പറ്റി. തീർച്ചയായിട്ടും. നാട്ടിൽ പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരമില്ല. അതെ. അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ 1 അവറിനൊക്കെ ഉള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ ഇവിടെ ചിത്രീകരണം നടക്കുന്നുണ്ട്. ഷോർട്ട് മൂവി ഇവിടുത്തെ തിയേറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ റീസെൻ്റ്ലി ഇവിടെ BMCയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ആന്തോളജി ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒത്തിരി, ഇപ്പോൾ അതിന് ശേഷം 1-2 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, ഒരുപാട് അതിനൊക്കെ ആരാധകരുണ്ട്, പ്രേക്ഷകരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നജീബിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന 1-2 കാര്യങ്ങൾ. ഈ നാടകം സിനിമയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒന്ന് തന്നെയാണ് അല്ലേ? നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, ഓഡിയൻസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പ്രേക്ഷകർ അത് അപ്പോഴത്തന്നെ കണ്ടിട്ട് അതിൻ്റെ റിപ്ലൈ നമുക്ക് ആ സ്പോട്ടിൽ കിട്ടും. സിനിമ അങ്ങനെയല്ല. നമ്മൾ അഭിനയം ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും റിലീസ് ആവുന്നത്. അത് അപ്പോഴും കിട്ടുന്ന നമുക്കൊരു സുഖം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മളൊരു ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്? അതായത് നാടകം എന്ന് പറഞ്ഞാൽ ഈ കലകളുടെ രാജാവെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ലൈവ് പെർഫോമൻസ് ആണ്. ആ മിനിറ്റിൽ എന്താണോ സംഭവിക്കുന്നത് അതാണ് പ്രേക്ഷകന് കിട്ടുക. അത് നന്നായി കഴിഞ്ഞാൽ പ്രേക്ഷകൻ അപ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാം. നമ്മുടെ ദേഹത്തൊരു സൂചി കൊള്ളുമ്പോൾ വേദന എടുക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകന്റെ ഒരു ചലനം വരെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് പോസിറ്റീവായിട്ടുള്ള ചലനമാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സെൻസ് ഉള്ളവരാണ്. സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നവർ നല്ല സെൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ്. മാത്രമല്ല ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ നമുക്ക് ബൈഹാർട്ടാക്കി ചെയ്യാതെ പറ്റും. സിനിമയിലാകുമ്പോഴത്തേക്ക് പ്രോംപ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലങ്ങനെ പറ്റത്തില്ല. അല്ല, എഡിറ്റിംഗ് കട്ടും എല്ലാം എല്ലാം ലൈവ് പെർഫോമൻസ് ആണ്. അവിടെ പിന്നെ കട്ടും ഒന്നും കാര്യങ്ങളൊന്നുമില്ല. താങ്കളും സ്റ്റേജ് ഒരുപാട് പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു ഞാൻ നാടകമല്ല, മിമിക്രി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് സിനിമ എന്ന് പറയുന്നത് വേറെ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നാടകത്തിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ നാടകത്തിന് ക്യാമ്പെല്ലാം ഇടുമല്ലോ. അതെ, മീൻസ് റിഹേഴ്സൽ ക്യാമ്പ്. അപ്പോൾ അതൊക്കെ ആ റിഹേഴ്സൽ ക്യാമ്പിൽ സംഭവിക്കുന്ന ഒത്തിരി തമാശകളുണ്ടാവും, മറക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് പറയാം. രസകരമായ തമാശകൾ. ആശ വരാറുണ്ടോ? ക്യാമ്പിൽ പോകാറുണ്ടോ? നാടകത്തിന്റെ ഈ കഴിഞ്ഞ നാടകത്തിന് പോകാൻ പറ്റിയിട്ടില്ല. അതിന് മുന്നേ ഉണ്ടായിരുന്നു, ബുദ്ധിനിയുടെ ടൈമിലും അതിന് മുന്നേ ഉള്ള നാടകത്തിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെങ്കിലും കണ്ട രസകരമായിട്ടുള്ള കഥകൾ ഓർമ്മയുണ്ടോ? ഈ റിഹേഴ്സലിനിടയ്ക്ക് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുള്ളൂ. അതൊക്കെ ഡയലോഗ് മാറ്റി പറയുക, അങ്ങനെയൊക്കെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ കണ്ടിന്യൂസ് പോയിട്ടില്ല, അങ്ങനെ കുറച്ച്. അപ്പൊ അതിൽ ഉണ്ടായിട്ടുള്ള ഹ്യൂമർ, അതായത് ചില ആളുകളെ നമ്മൾ താങ്കളുടെ ക്യാരക്ടർ ഇന്നതാണ് എന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കും. പക്ഷേ ഇവർക്ക് മനസ്സിലായി കാണുകയില്ല. ഇവരുടെ ക്യാരക്ടർ അതിനെ ഒബ്സർവ് ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ, ഒരു യാചകനാണെങ്കിൽ ഒരു യാചകൻ ആണ് നിങ്ങൾ അഭിനയിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവർ യാചകനാണെന്നുള്ളത് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഇവർ മനസ്സിൽ ഉൾക്കൊള്ളുകയില്ല. അതേ മോഡൽ വന്നാണ് അവരായി തന്നെ വന്ന് ഡയലോഗ് പറയുകയും പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ നമുക്ക് ഒരു കോമഡി ആയിട്ട്, നമുക്ക് ഹ്യൂമർ സെൻസ് ഉള്ളവർക്ക് ഇതൊക്കെ കോമഡി ആയിട്ട് തോന്നും. ഭയങ്കര കോമഡി ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് എഴുതാനൊക്കെ കഴിവുള്ളവർക്ക് ഈ നിമിഷ കോമഡികൾ ഉള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടാക്കാം, ഒരുപാട് കോമഡികൾ ഉണ്ടാക്കാം. ഈ നല്ല മലയാളം പറയേണ്ട ഡയലോഗുകളൊക്കെ ഇംഗ്ലീഷ് കയറ്റി പറയുന്നവരുണ്ട്. പുരാണ നാടകങ്ങളൊക്കെ എടുത്തിട്ട് ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നവര് ഒക്കെ ഉണ്ട്. നല്ല മലയാളമാണ് കംപ്ലീറ്റ് ഡയലോഗ്, ആ ക്യാരക്ടർ അങ്ങനെയാണ്. പക്ഷെ അവര് അത് വിട്ടുപോയിട്ട് അവര് ഇംഗ്ലീഷ് പദങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പൊ നമുക്ക് ദേഷ്യം വരുമെങ്കിലും പിന്നീട് നമുക്കതിൽ കോമഡി ആയിട്ടും ഇതെല്ലാം അനുഭവങ്ങളല്ലേ. ഈ ഇത് റിഹേഴ്സൽ ക്യാമ്പ് ഇടുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഓരോരുത്തരും ആ ഒരു കഥാപാത്രത്തിലോട്ട് ഇഴുകി ചേരാൻ ടൈം എടുക്കും. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. അവിടെ വന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് എല്ലാവർക്കും ഒന്ന് ക്ലിയറായി വരുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ ആ കഥാപാത്രത്തെ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു ഇതിലോട്ട് വരും. ആദ്യത്തെ കുറച്ച് ദിവസമുള്ള ബുദ്ധിമുട്ടേ ഉള്ളു. അല്ലേ? ആദ്യത്തെ ഒരു 2-3 ദിവസം. പിന്നെ എല്ലാം മനുഷ്യന്റെ ഹാർഡ് വർക്ക് പോലെ ഇരിക്കും. സത്യത്തിൽ നാടകം ജനിക്കുന്നത് റിഹേഴ്സൽ ക്യാമ്പിൽ മാത്രമല്ല, നമ്മൾ വീട്ടിൽ ചെന്നാലും നടക്കുമ്പോഴും എല്ലാം ഇതിനെപ്പറ്റി ഓർക്കുകയും ചിന്തിക്കുകയും
പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നാടകം ജനിക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ റിഹേഴ്സൽ ക്യാമ്പുകളിൽ വരുമ്പോൾ നമ്മൾ ഇതിനെ വികസിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറ്. അതെ അതെ. ആശ, നജീബ് മീരാൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. വീട്ടിൽ ഇദ്ദേഹം എന്തെങ്കിലും അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടോ? അതോ ഈ ഇരിക്കുന്ന നജീബ് മീരാൻ തന്നെയാണോ? ഇത് തന്നെയാണ് അങ്ങനെ അല്ല, അവിടെ വന്നൊരു രാജപാട്ട് രാജാണോ ഇത്? അങ്ങനെയൊക്കെ അതെ അതെ. ഡയലോഗ് ഒക്കെ പറയാറുണ്ട് ഇങ്ങനത്തെ കുറെ പഴയകാല നാടകത്തിലെ ഈ പ്രൊഫഷണൽ നാടകത്തിന്റെ ഡയലോഗ്സ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ നസീറിന്റെ ഒക്കെ ഓരോ ചെറിയ ഷോർട്ട് ഇതൊക്കെ കണ്ടിട്ട് അതിനെയൊക്കെ ആക്ട് ചെയ്യും. ആ ഡയലോഗൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ട്. അത് കുറെ ഡെയിലി ഉള്ള സംഭവങ്ങളാണ്. നമ്മള് ബാലയിലെ ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാലയിലൊക്കെ എന്ന് പറഞ്ഞാൽ രാജാവൊക്കെ സംസാരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതുകൊണ്ട് കൊട്ടൻ നസീറൊക്കെ ചെയ്തിട്ടുള്ള സുരായേട്ടനൊക്കെ മുമ്പ് ചെയ്തിട്ടുള്ള കുറേ സംഗതികളുണ്ട് ബാലയിൽ. ഇത് വളരെ നോർമൽ ഡയലോഗ് ഇങ്ങനെ വലിച്ചു നീട്ടി എക്സാജറേറ്റ് ചെയ്ത് പറയുന്ന കുറേ സംഭവമാണ്. ഈ പഴയ സിനിമകളും ഇതുമൊക്കെ കണ്ടാലേ നമുക്ക് ഒരുപാട് കോമഡികൾ അതിൻ്റെ അകത്തുനിന്ന് ലഭിക്കും. അതാണ് ഈ നസീറിന്റെ ഫിലിമിൽ കോമഡി ഉണ്ടെന്ന് പറഞ്ഞു. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ക്ലിപ്സ് കാണുമ്പോൾ കിട്ടും കോമഡി ക്യാച്ച് ചെയ്യും. ഇന്നത്തെ കോമഡിയെക്കാളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന അതൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. അതായത് ആ കാലത്ത് ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് വേറൊരു കാലഘട്ടത്തിൽ കാണുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. നമ്മുടെ പേരൻസിനോടൊക്കെ ചോദിച്ചാൽ അവർക്ക് വലിയ വലിയ ഫിലിംസ് ആണ് അതൊക്കെ, ഫേമസ് ഫിലിംസ് ആണ് അതൊക്കെ. അത് നമുക്ക് അങ്ങനെ തോന്നും. നമുക്ക് തോന്നും. അതുപോലെ പഴയ കാലത്തെ ഒത്തിരി പാട്ടുകൾ, ഈ പാട്ടുകളുടെ വരികൾ എന്ന് വെച്ചാൽ ശ്രീകുമാരൻ തമ്പി സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ കുറിച്ച് അങ്ങ് വർണ്ണിച്ച് തകർത്ത് ഉള്ള വരികളാണ് അദ്ദേഹമൊക്കെ എഴുതാറുള്ളത്. പക്ഷെ ആ വരികൾ നമ്മൾ കേൾക്കുകയല്ല, നമ്മളിങ്ങനെ വരികൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നും ഹാസ്യം ഉണ്ടാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ? രസകരമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ടാവും. ഒരുപാട് രസകരമായിട്ടുള്ള ഇതെല്ലാം എല്ലാം ഭാവനകളാണ്, കവി ഭാവനകളാണ്. ഇപ്പോ പൂമുഖവാദിക്കൽ സ്നേഹം തുളുമ്പുന്ന, അങ്ങനെയല്ല അവര് തുളുമ്പുന്ന പൂത്തിങ്ങളാകുന്നു ഭാര്യ, അല്ലേ? ഇത് കവിക്ക് പറയാം, അല്ലേ? കവി ഭാവനയിലൂടെ ആ വരികളിൽ സ്ത്രീകൾ അനുഭവിക്കുന്നവനല്ലേ അറിയാവുള്ളൂ. അത് കേട്ട് കുറെ ചെറുപ്പക്കാര്, കുറെ ആളുകൾ ഒരുപാട് പേര് കല്യാണം കഴിച്ചു. അങ്ങനെ ഒരു ഗുണമായി. അത് ഇപ്പം ഈ അടുത്ത് കേട്ടതാണ്. എവിടെ ഇപ്പോൾ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരാൾ പ്രവചിച്ചിരുന്നല്ലോ, അപ്പോൾ സുനാമി ഉണ്ടാകുന്ന. പണ്ടൊരിക്കൽ ഇതുപോലെ ഒരു പ്രവചനം നടന്ന സമയത്ത് അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് പേര് കല്യാണം കഴിച്ചു. നടന്നൊരു സംഭവമാണിത്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംഗതി അതിനുശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിലും അങ്ങനെ ഒരു സംഭവം നടന്നല്ലോ. അതെ അതെ. അതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ, മുല്ലപ്പൂ പല്ലിയിലും മുക്കൂത്തി കവളിയിലും അല്ലിമലർ ചൊടിയിലും ഞാൻ മയങ്ങി. ഈ അതിന്റെ ലിറിക്സ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ അവയവങ്ങൾ ഉണ്ടാവുമോ? അതാണ് കവിഭാവന. സാമാന്യമായ ഭാവനയാണ്, നമ്മളെല്ലാം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ. അതുപോലെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, തൂഷനിലയിട്ട്, അതേത് പാട്ടാ? തൂഷനില നിരത്തി വെച്ച് തുമ്പപ്പൂ ചോറ് വിളമ്പി ആശിച്ച കറിയെല്ലാം നിരത്തി വെച്ചു. വീട്ടിൽ പറ്റുമോ? അല്ല, ഇത് ഇവിടെയാണെങ്കിൽ അതെങ്കിലും റെസ്റ്റോറന്റിൽ പോകേണ്ടി വരും അല്ലേ? വളയിട്ട കൈകളാൽ ഇതുപോലെയൊക്കെ സംഗതി വിളമ്പിത്തരണമെങ്കിൽ അങ്ങനെ റെസ്റ്റോറന്റിൽ പോകേണ്ടി വരും. വീട്ടിലൊന്നും നടക്കൂല. വളയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വള പണയത്തിലാണ്. അപ്പോൾ ഇതുപോലെ നേരിയത് സാരി ഒന്നുമില്ല, അതിന് പകരം മാക്സി ഇട്ടുണ്ടായിരിക്കും വിളമ്പുന്നത്. ഇത്തരം കറികളൊന്നും കാണുക, കറികളൊന്നും കാണുന്നില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. അങ്ങനെയൊക്കെയാണ്. കവിഭാവനകൾ മാത്രമാണ് തീർച്ചയായിട്ടും ജീവിതത്തിൽ നമുക്ക് പ്രാപ്തമാക്കാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള നാടകം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. അതായത് ഞാൻ പുരാണങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കർണന്റെ കഥ നാടകം ആക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതായത് കർണന്റെ ചരിത്രം, കവചകുണ്ടലങ്ങളെ കുറിച്ചുള്ള കവചകുണ്ടലങ്ങളെ പറ്റി മാത്രമല്ല, സൂര്യപുത്രനായി കർണൻ എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിലെ ഏറ്റവും ബലിഷ്ഠനായ, ധർമ്മമുള്ള, സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരു ക്യാരക്ടറാണ്. സൂര്യപുത്രനായി
ജനിച്ചു. കുന്തിയുടെ മകനായി സൂര്യപുത്രനായി ജനിച്ചു. സൂതപുത്രനായി വളർന്നു. സൂതപുത്രൻ എന്ന് പറഞ്ഞാൽ കുതിര ഓടിക്കുന്നയാൾ, അതായത് അന്നത്തെ ഏറ്റവും ലോ കാസ്റ്റ്. സൂതപുത്രനായി വളർന്നു. സൂതപുത്രനായി മരിക്കുന്ന കർണൻ. അപ്പോൾ കർണൻ പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ കർണനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല, അത്ര വില്ലാട് വീരനാണ് കർണൻ. അപ്പോൾ കുന്തി വന്ന് പറയുന്നത് നീയും എൻ്റെ മകനാണ്. അതായത് അത് ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആണ്. കാരണം നിന്റെ സഹോദരന്മാരോടാണ് നീ യുദ്ധത്തിന് പോകുന്നത്, അതുകൊണ്ട് നീയും മകനാണ്, എൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ നിന്റെ സഹോദരന്മാരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് ഇമോഷണലി ബ്ലാക്ക് മെയിലിംഗ് ആണത്. പക്ഷെ അതും കർണനെ തളർത്തുന്നില്ല. കർണൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഒഴുക്കിക്കളഞ്ഞവനല്ല ഞാൻ എന്ന് തിരിച്ചൊരു ഡയലോഗ് കർണൻ പറയുന്നുണ്ട്. ആ കർണൻ്റെ ഒരു കഥ ഒരു നാടക രൂപത്തിൽ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും നന്നായിട്ട് എഴുതിയാൽ, അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ. അല്ല, നജീബ് തന്നെ അതിന് എഴുതി തുടങ്ങും. ഞാൻ ഇങ്ങനെ അല്ല, ഇത്രയേറെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളിന് തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. മറ്റൊരാളിന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നതിനേക്കാളും നാടക രൂപത്തിൽ എഴുതണമെങ്കിൽ അതിന് ഒരുപാട് അല്ല, അതിന്റെ സ്റ്റോറി എഴുതിയിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നാടക രൂപത്തിലാക്കാൻ പറ്റും. നാടകങ്ങൾ കറക്റ്റ് ചെയ്യും. ഇപ്പൊ ആരെങ്കിലും എഴുതിയത് നാടകം കുറച്ചൊക്കെ കറക്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യും ആളാ. അപ്പൊ ഞാനും പറഞ്ഞിട്ടുണ്ട്, അപ്പൊ തീർച്ചയായിട്ടും എഴുതാൻ പറ്റില്ല. നമുക്ക് എഴുതി ശ്രമിച്ചുകൂടെ, ട്രൈ ചെയ്യാൻ പറ്റും. പുള്ളിക്കാരത്തിന് ഹെൽപ്പ് ചെയ്യും, അത് എഴുതി തരും, പറഞ്ഞു കൊടുത്താൽ മതി. അങ്ങനെ ഹെൽപ്പ് ചെയ്യണം. ഇനി വർക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഈ വർഷം എന്തായാലും ഇങ്ങനെ പോട്ടെ. ഇവരെല്ലാം വിട്ടിട്ട് എങ്ങനെ വർക്ക്? അതെ, ചെറുതല്ലേ, എല്ലാരും ചെറുതാണ്. ശരിയാണ്. ഇതിൽ ആരാ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? ഞാനായിരിക്കും. ആരാ മോളെ ഇതിൽ കുക്ക് ചെയ്യുന്നത് നന്നായിട്ട്? ഫുഡൊക്കെ ഉണ്ടാക്കിയത് നീ കുക്ക് ചെയ്യൂ? എന്താ ഉണ്ടാക്കാറുള്ളത്? ടോയ്സ് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നു. ടോയ്സ് വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടോ? ആൻസർ പറയേ. ഇല്ല, ടോയ്സ് വെച്ച് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ആരാ മോളെ ഇതിന് നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? രണ്ടുപേരും കുക്ക് ചെയ്യും. നല്ല ടേസ്റ്റി ഉള്ളത് ആരാ ഉണ്ടാക്കുന്നത്? ഒന്നും പറയാൻ പറ്റത്തില്ല. ഇനിയും ഉണ്ടാക്കി തരാനുള്ളൂ, അതൊക്കെ പറഞ്ഞാൽ പണി പാടും അല്ലേ? എന്താ ഉണ്ടാക്കി തരാറ്? ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരുമോ? പിന്നെന്താ ഉണ്ടാക്കാറ്? മീനും. പിന്നെ മോൻ എന്താ ഇഷ്ടമുള്ളത്, ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ? ചിക്കനാ? ചിക്കൻ ആരാ നന്നായിട്ട് കുക്ക് ചെയ്യുന്നത്? അമ്മയാ കുക്ക് ചെയ്യുന്നത്? ആഹാ. ചിക്കൻ്റെ കൂടെ വേറെ എന്താ കഴിക്കണം? ചോറ് കഴിക്കുമോ അതോ വേറെ എന്തെങ്കിലും ആണോ? ദോശയൊക്കെ ഇഷ്ടമാണോ? ആഹാ. അവർക്കുള്ള ചിക്കനൊക്കെ ഞാൻ തന്നെ, അതാണ് അമ്മി എന്ന് പറഞ്ഞേ. അത് ശരി. നജീബിന്റെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ എന്താണ് നജീബിന്റെ സ്പെഷ്യൽ? ഞാൻ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യും എന്നാണ് വിശ്വാസം, അല്ലേ? അല്ല, എന്തൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്? കപ്പ ബിരിയാണി ഉണ്ടാക്കും, മജൂസ്, മന്തി, പിന്നെ ചിക്കന്റെ കുറെ വെറൈറ്റി ഫോണിൽ കാണുമ്പോൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ നല്ലൊരു കുക്കറാണല്ലേ? കുക്കർ. ശരി. പിന്നെ പുറത്തൊക്കെ പോയിട്ട് എങ്ങനെ ഫാമിലീസിൻ്റെ കൂടെയൊക്കെ പോയിട്ട് ചുറ്റാനൊക്കെ പോകാറുണ്ടോ? അതൊക്കെ കുറച്ചൊക്കെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാലും കുറവാണ്. ഫാമിലി ഫ്രണ്ട്സുകൾ അങ്ങനെ കുറവാണ്. എല്ലാവർക്കും ടൈമിംഗ് ഒക്കെ ശരിയായി വരുമ്പോൾ വല്ലപ്പോഴും ഒക്കെ പറ്റുള്ളൂ. ശരി. അതുപോലെ തന്നെ ബഹ്റിനിൽ ഏറ്റവും കൂടുതൽ സംഘടനകൾ, നമ്മള് ബഹ്റിൻ മീഡിയ സിറ്റിയുടെ ചെയർമാൻ എപ്പോഴും പറയാറുണ്ട്, ഏകദേശം 188-ലേറെ സംഘടനകൾ ബഹ്റിനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്? ബഹ്റിൻ പ്രതിഭയില് പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ മെമ്പറാണ്. പിന്നെ ഏതെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട് അതോ? ഇല്ല, ഒരു സാധാരണ മെമ്പറാണ്. യൂണിറ്റ് തലത്തിലുള്ള ഒരു മെമ്പറാണ്. നമ്മൾ അവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. നമ്മൾ പ്രോഗ്രാമിലാണ്. അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ച കാര്യമാണ്. ഒരു പ്രോഗ്രാമിന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാൻസി ഡ്രസ്സ്. അപ്പോൾ ഞാനൊരു മിമിക്രി കലാകാരനാണ്. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എന്തുകൊണ്ട് വിളിച്ചു?
അപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഒരു നാടക സംവിധായകനുണ്ട്, ഒരു നാടക അഭിനേതാവുണ്ട്, ഇനി അതിൻ്റെ കോമഡി വശങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടി വേണം, അതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ വെച്ച് കണ്ടുമുട്ടി. ഒരു വേറെ ദിനേശ് എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തമ്മിൽ കുറേ സംസാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിലോട്ട് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. ഒത്തിരി തമാശകളും കൗണ്ടറുകളും ഒക്കെ നജീബ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആണ് ഇങ്ങനെ ഒരു സംഗതിയിലോട്ട് പെട്ടെന്നായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ഇൻ്റർവ്യൂ ചെയ്താലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആ ഇൻ്റർവ്യൂ നാളെ ഇത്ര പെട്ടെന്ന് ഒരാഴ്ച നീ ഇത്ര പെട്ടെന്ന് റെഡിയാക്കിയോ? ഞാൻ പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു 2 ദിവസം കൂടെ വേണമെന്ന് പറഞ്ഞു. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത്. അതെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. വിചാരിച്ചില്ല ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്നു. ശരി, വളരെ സിമ്പിളായിട്ട്. ഇത് വലിയൊരു അനുഭവമാണ്, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു. അല്ല, എല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് പറയാറുള്ളത് ഭയങ്കര പേടിച്ചൊക്കെയാണ് വരാറുള്ളത്. ഇവിടെ വന്നിട്ട് പറയും അയ്യോ നിങ്ങൾ എന്ത് ചോദിക്കും. ഞാൻ പറഞ്ഞ വളരെ സിമ്പിളാണ്, നിങ്ങളിത് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുന്ന ഇങ്ങനെ ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു ഇത്രയും സിമ്പിളായിരുന്നു, അയ്യോ നമ്മൾ പേടിച്ചിരുന്നു എന്നൊക്കെ പലരും എക്സ്പീരിയൻസ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ രസകരമായിരുന്നു. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നമ്മളിങ്ങനെ രസകരമായി സംസാരിച്ച് പോയി. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചാൽ നമ്മൾ വീണ്ടും സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും സംസാരിക്കാം. തീർച്ചയായിട്ടും അല്ലേ? പ്രത്യേകിച്ചും തമാശ, നർമ്മത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റില്ല. ഓരോന്നും കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഏതായാലും നമ്മുടെ ഈ പ്രോഗ്രാമിന് ബിഗ് ലവ് എന്ന് പറയുന്ന ഈ കുഞ്ഞു ഫ്രെയിമിൽ അതിനൊരു ടൈം ലിമിറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. ഇനിയും നമുക്ക് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ വീണ്ടും ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ സംസാരിക്കാം. അതെ, എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്ത് തോന്നുന്നു? നന്നായിട്ട് തോന്നി. ഓക്കെ, മിസ്റ്റർ നജീബ് മീറ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അതിൽ വിളിച്ച നിങ്ങളോട് രാജേഷ് പെരുമുഴി, തീർച്ചയായിട്ടും. അതെ, പിന്നെ മീഡിയ സിറ്റിയുടെ പ്രവർത്തകർ, അതിൻ്റെ ഡയറക്ടർ, ക്യാമറ വിച്ചു പെരുകാവ്, എല്ലാവരോടും സ്നേഹവും നന്ദിയും മാത്രം ഇങ്ങനെ ഒരു അവസരം തന്നതിന്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും. ഇത്തരത്തിലുള്ള ഫാമിലീസിനെ, എന്തെങ്കിലും കഴിവുള്ള ഫാമിലീസിനെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അവരുടെ ഒരുപാട് അനുഭവ കഥകൾ പ്രേക്ഷകരിലെത്തിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ കുറേ പ്രോഗ്രാംസ് ഞാൻ കണ്ടു ഇതുപോലുള്ള. അപ്പം ഈ ബഹ്റൈനിൽ അറിയപ്പെടാത്തവരെയും അറിയുന്നവരെയും കലാകാരന്മാരെയും ഇങ്ങനെ ഒരു വേദിയിൽ കൊണ്ടുവരുന്നതിലും അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിലും ഈ കലാജീവിതവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രചോദനം സൃഷ്ടിക്കുന്നതിലും നിങ്ങൾ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അഭിനന്ദാർഹമാണ്. അതിനി തുടരണം, പുതിയ ആളുകളെ കണ്ടെത്തുക. വളരെ നന്ദി. തീർച്ചയായിട്ടും. മോളു ഓക്കെ അല്ലായിരുന്നോ? ഇഷ്ടമായോ? ഫ്രണ്ട്സിനോടൊക്കെ പറയത്തില്ലേ ഈ ഒരു എക്സ്പീരിയൻസ്? ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. BMC ഗ്ലോബൽ ലൈവ് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്കുഴി, സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed,
protects your skin.